വെൽക്കം ബാക്ക് ടു മൈ ട്യൂഷൻ. നമുക്കിന്ന് കോംപ്ലക്സ് നമ്പർ പഠിക്കാം. അതെ, കോംപ്ലക്സ് നമ്പർ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇസഡ് ആണ്. ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി. എ ആൻഡ് ബി ആർ റിയൽ നമ്പേഴ്സ്. എ കോമ ബി എലമെൻ്റാണ്. എയും ബിയും റിയൽ നമ്പർ ആയിരിക്കും. ഇവിടെ ഐ എന്ന് പറയുന്നത് √(-1) അല്ലെങ്കിൽ ഐ സ്ക്വയർ. എൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? -1. i⁴ +1. അപ്പോൾ 4ൻ്റെ എല്ലാ മൾട്ടിപ്പിളും 1 ആയിരിക്കും. i⁻100 എത്ര വരും? 1. അങ്ങനെ 4 × 25. i�9. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനോട് നിയറസ്റ്റ് ആയിട്ട് വരുന്ന 4ൻ്റെ മൾട്ടിപ്പിൾ ഏതുണ്ട്? 8. i⁸ × i. 1 × i ദാറ്റ് ഈസ് ഈക്വൽ ടു i. ക്യൂബിൻ്റെ വാല്യൂ എന്തായിരിക്കും? i² × i. i² -1 × i ദാറ്റ് ഈസ് ഈക്വൽ ടു -i. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഇസഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി. നമ്മൾ എക്ക് പറയുന്ന പേരാണ് റിയൽ പാർട്ട് ഓഫ് ഇസഡ്. നമ്മൾ എഴുതുന്നത് RE എന്ന് എഴുതിയാൽ മതി. ബി ഈസ് കോൾഡ് ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ്. IM ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ്. ഇപ്പം നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പർ ഇക്വേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഫൈൻഡ് ദ വാല്യൂ ഓഫ് x ആൻഡ് y അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കാം. 4x + i × 3x - y. 3 + i × -6. നമുക്കിങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പർ ഇക്വേറ്റ് ചെയ്യുമ്പോൾ റിയൽ പാർട്ടുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? i ഇല്ലാത്ത ടേം. 4x ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ റിയൽ പാർട്ട് എന്താ? 3. x ഈസ് ഈക്വൽ ടു 3/4. ഇവിടെ ഐയുടെ കോഎഫിഷ്യൻ്റാണ് ഇമാജിനറി പാർട്ട്. ഇവിടെ എന്താ ഇമാജിനറി പാർട്ട്? -6. 3x - y ഈസ് ഈക്വൽ ടു -6. 3 × 3/4 -y -6. -6നെ ലെഫ്റ്റിൽ കൊണ്ടുവരാം. 9/4 + 6 ദാറ്റ് ഈസ് ഈക്വൽ ടു -y റൈറ്റ് സൈഡ് കൊണ്ടുവരും. സോ y ഈസ് ഈക്വൽ ടു 4 × 6 24. 24 + 9. രണ്ട് കോംപ്ലക്സ് നമ്പർ ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിന് ഇതുപോലെ x ആൻഡ് y ഒക്കെ കാണാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി. രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓൺ ബോത്ത് സൈഡ്സ്. ഫൈൻഡ് i⁻39 അല്ലെങ്കിൽ i⁻−35 ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ i⁻39 36 എടുക്കാൻ കാരണം എന്താ? 4ൻ്റെ ടേബിളിലുള്ള നമ്പർ. i². 36 + 2 38. 38 i⁻1. 1 -1 × i ദാറ്റ് ഈസ് -i. i⁻−35. i⁻−35 നമുക്ക് എങ്ങനെ എഴുതാം? i⁻−36 × i⁻1. a⁻m × a⁻n. -36 + 1 എന്താ? -35. -36നെ നമുക്ക് എങ്ങനെ എഴുതാം? i⁻4 the whole raised to -9. 1 raised to any number 1. That is i. Express in the form a + ib. a + ib ഫോമിൽ എഴുതാം. 1 - i the whole raised to 4. നിങ്ങൾക്ക് a + b the whole square ആ ഫോമൊക്കെ അറിയാം അല്ലേ? ക്യൂബ് വരെ പഠിച്ചിട്ടുണ്ട്.
അപ്പം നമുക്ക് റേസ്റ്റ് 4 ഡയറക്റ്റ് അറിയത്തില്ല, നമുക്കിങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ എ റേസ്റ്റ് 4നെ എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആ ഒരു ഫോമിൽ എഴുതാം. അപ്പം നമുക്കിവിടെ 1 മൈനസ് ഐ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇപ്പം ഇത് ഏത് ഫോമായി? നിങ്ങൾക്ക് അറിയാവുന്ന ഫോമാണ് അല്ലേ? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ 1 മൈനസ് 2ab 2 ഇൻറ്റു 1 ഇൻറ്റു ഐ ബി സ്ക്വയർ ഐ സ്ക്വയർ ദ ഹോൾ റേസ് ടു 2. നമുക്കറിയാം ഐ സ്ക്വയറിൻ്റെ വാല്യൂ എന്താ? -1. -1 + 1 ക്യാൻസൽ. -2 the whole square 4 I square -4. ഇവിടെ ആദ്യം 1 മൈനസ് ഐ ദ ഹോൾ സ്ക്വയർ അതിനെ എക്സ്പാൻഡ് ചെയ്ത് ഈ 2 ആണ് സ്ക്വയറാണ് അവിടെ എഴുതിയത്. ഐ സ്ക്വയർ -1 -1 + 1 ക്യാൻസൽ. -2i ദ ഹോൾ സ്ക്വയർ -2 സ്ക്വയർ +4 ഐ സ്ക്വയർ ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1 4 ഇൻറ്റു -1 മൈനസ്. ഈ എ പ്ലസ് ഐ ബി ഫോമിൽ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, കാരണം അവിടെ ഇമാജിനറി പാർട്ടില്ല. (1/3) പ്ലസ് 3i ദ ഹോൾ ക്യൂബ്. എ പ്ലസ് ബി സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾ ഈ ഫോർമുല പഠിച്ച് കാണത്തില്ല, നോട്ട് ചെയ്തതാണ്. എ ക്യൂബ് പ്ലസ് 3a² ബി പ്ലസ് 3ab² പ്ലസ് ബി ക്യൂബ്. ഈ ഫോർമുല നോട്ട് ചെയ്തതാണ്. ഇവിടെ എ ക്യൂബ് എന്ന് പറയുമ്പോൾ ഏതിൻ്റെ ക്യൂബ് വരും? 1/3 ദ ഹോൾ ക്യൂബ് പ്ലസ് 3a² 1/3 the whole square into 3a plus 3 into 1/3 into b square 3i the whole square plus 3i the whole cube. ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. (1/27) 3 into 1/9 into 3i 3 into 3 9 9 1/9 cancel. 3 into 1/3 1 3i the whole square 9i square i square വാല്യൂ എന്താ? -9 27i cube ഇവിടെ ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? ഐ സ്ക്വയർ ഇൻറ്റു ഐ മൈനസ് ഐ. ഇനി നമുക്ക് റിയൽ പാർട്ട് ഒരുമിച്ച് എഴുതാം. 1/27 -9 മൈനസ് 1 - 27 1 - 27 ഇൻറ്റു 9 243 whole divided by 27 minus 242 1 minus 243 minus 242 by 27 minus 26i. Conjugate of Z complex number. Z ബാർ ഡിനോട്ട് ചെയ്യുന്നത് Z ബാർ. Z A പ്ലസ് ഐ ബി ആണെങ്കിൽ Z ബാർ നമ്മൾ കോൺജുഗേറ്റ് എഴുതുമ്പോൾ എപ്പോഴും ഐയുടെ കോഎഫിഷ്യൻറ്റിന് മാത്രമേ ചേഞ്ച് വരത്തുള്ളൂ. പ്ലസ് ആണെങ്കിൽ മൈനസ് വരും, മൈനസ് ആണെങ്കിൽ പ്ലസ് വരും. ഫോർ എക്സാമ്പിൾ Z ഈസ് ഈക്വൽ ടു 2 - 3i. Z ബാർ എന്ത് വരും? 2 + 3i. Z -7 + 3i. Z ബാർ നമ്മളിവിടെ മൈനസ് ഉണ്ടെങ്കിലും ആ മൈനസിന് ചേഞ്ച് ഇല്ല, അതേപോലെ എഴുതുക. പ്ലസ് എന്നുള്ളത് എന്താവും? മൈനസ്.
ഇത് റിയൽ പാർട്ടാണ്, അതിന് ചേഞ്ച് ഇല്ല. മോഡുലസ് ഓഫ് ഇസഡ്. മോഡ് ഇസഡ്, ഇസഡ് എ പ്ലസ് ഐ ബി ആണെങ്കിൽ മോഡ് ഇസഡ് നമുക്ക് എങ്ങനെ പറയാം? റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ. ഫോർ എക്സാമ്പിൾ ഇസഡ് ഈസ് ഈക്വൽ ടു -3 + 7i. മോഡ് ഇസഡ് ഈസ് ഈക്വൽ ടു -3 the whole square 7 square 49 √58. ഇങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ റൂട്ട് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ √49 കിട്ടിയാൽ 7 എന്ന് എഴുതാം. ഇതിപ്പോൾ നമുക്ക് റൂട്ടില്ലല്ലോ, അങ്ങനെ ഇട്ടാൽ മതി. √58 റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ, അതാണ് മോഡുലസ്. ഒരു കോംപ്ലക്സ് നമ്പർ അതിൻ്റെ കോഞ്ചുഗേറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും എന്തായിരിക്കും? ഇസഡ് ഇൻറ്റു ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ മോഡ് ഇസഡ് ദ ഹോൾ സ്ക്വയർ എന്നാണ്. അതൊരു റിസൾട്ടാണ്. ഇസഡ് ഇൻറ്റു ഇസഡ് ബാർ മോഡ് ഇസഡ് ദ ഹോൾ സ്ക്വയർ. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇസഡ് ഈക്വൽ ടു ഇസഡ് റേസ് ടു -1. അതിനൊരു ഫോർമുലയുണ്ട്. എനിക്ക് ഫോർമുല വെച്ച് ഇസഡ് ബാർ ബൈ മോഡ് ഇസഡ് സ്ക്വയർ. ഇത് നല്ല ക്വസ്റ്റ്യനാണ് ചോദിക്കാൻ. ഇതൊരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇസഡ് ഈസ് ഈക്വൽ ടു 3 - 4i. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ഇസഡ് ചോദിച്ചാൽ ഇസഡ് ബാർ നമ്മളയുടെ കോഎഫിഷ്യൻറ്റ് മാറ്റുക. 3 + 4i. മോഡ് ഇസഡ് റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് -4 the whole square. മോഡ് ഇസഡ് സ്ക്വയർ എന്ത് വരും? ഇവിടെ റൂട്ട് സിമ്പിൾ അങ്ങ് മാറ്റിയാൽ മതി. 25. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് ബാർ ബൈ മോഡ് ഇസഡ് സ്ക്വയർ. ഇസഡ് ബാർ 3 + 4i ഹോൾ ഡിവൈഡഡ് ബൈ 25. നമുക്ക് സെപ്പറേറ്റ് വേണം ഡിവൈഡ് ചെയ്ത് എഴുതാം. 3/25 + 4/25i. എല്ലാവരും നന്നായി പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.